എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കൃഷ്ണമോളും ബബിതയും കൂടെ വൈജയന്തിനോട് ചോദിക്കുന്നുണ്ട്, ഞങ്ങളിവിടെ മര്യാദയ്ക്ക് എല്ലാ ജോലിയും ചെയ്തുകൊണ്ടിരുന്നത്, അതല്ലേ പാത്രം കഴുകലും തുണി കഴുകലും മുറ്റടിക്കലും എല്ലാം ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പം അമ്മ തന്നെയല്ലേ അതെല്ലാം പൊളിച്ചത്, അമ്മയാണെങ്കിൽ ഞങ്ങളുടെ യൂണിറ്റ് തകർക്കാനും ശ്രമിച്ചു എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ അത് അന്ന് സുനിത ഉണ്ടായിരുന്നു സഹായിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ പഠിക്കാനും കൂടെ സമയം കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ടാണെന്നൊക്കെ പറയുമ്പോൾ ബബിത ചോദിക്കുന്നുണ്ട്, അതൊന്നല്ല അമ്മ എന്തിനാ വെറുതെ മുഖത്ത് നോക്കി കള്ളം പറയുന്നത്, അലിനി ചേച്ചിയോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ടല്ലേ അമ്മ സുനിത ചേച്ചിനെ കൊണ്ട് ഇവിടെ ഓരോ ജോലി ചെയ്യിച്ചപ്പോഴും അങ്ങനെ അവർക്ക് ഇങ്ങനെ അതിനുള്ള പേയ്മെൻറ്റ് വേറെയാണ് കൊടുത്തിരുന്നതെന്നൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയുമ്പോൾ വൈജയന്തിക്ക് അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, ഒരു ജോലി ഒരു തവണ ചെയ്യേണ്ട എന്ന് പറഞ്ഞാൽ കാലാകാലത്തും ചെയ്യേണ്ടതെന്നാണോ? അല്ലല്ലോ. അപ്പോൾ ഒരു സഹായം വേണം, അപ്പോൾ അതിന് വേണ്ടിയിട്ടല്ലേ നിങ്ങൾക്ക് ഇങ്ങനെ ഇഷ്ടമുണ്ടെങ്കിൽ വന്ന് സഹായിക്കുമെന്ന് പറയുകയാണ് കേട്ടോ. കുറച്ച് ദേഷ്യത്തിലോ അഹങ്കാരത്തിലൊക്കെയാണ് പറയുന്നത്. അപ്പോൾ കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് ഇങ്ങനെ സഹായം വേണമെങ്കിൽ അത് മര്യാദയ്ക്ക് വന്ന് ചോദിക്കാമല്ലോ മക്കളെ, എനിക്ക് ഇങ്ങനെ ഇത്രയും ജോലി ചെയ്യാൻ വയ്യ, ഒന്ന് സഹായിക്കുമോ എന്ന് വന്ന് ചോദിച്ചാൽ ഞങ്ങളത് സഹായിച്ചില്ലേ, അതിൻ്റെ പകരം അമ്മയ്ക്ക് ഇങ്ങനെ ദേഷ്യവും വാശിയൊക്കെ കൂടി ഒരു അഹങ്കാരത്തിൻ്റെ ഇതിലൊക്കെയാണ് അമ്മ ചോദിക്കുന്നത് എന്ന് പറയുമ്പോൾ ബബിത പറയുന്നുണ്ട്, അവൾ പറഞ്ഞത് മനസ്സിലായോ, ഞങ്ങളോട് മര്യാദയ്ക്ക് ചോദിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ വന്ന് ജോലി ചെയ്യുമായിരുന്നു, അതാണ് അവൾ പറഞ്ഞതെന്ന് പറയുമ്പോൾ മനസ്സിലായി എന്ന് പറയട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ സഹായിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നിങ്ങനെ ചോദിക്കുകയാണ് വൈജയന്തി. അപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും സഹായിക്കുക എന്ന് പറഞ്ഞിട്ട് അവർ പുറകെ പോകുന്നുണ്ട്. അതുപോലെ ബബിതയാണെങ്കിൽ അടുക്കളയിൽ കയറിയിട്ട് ഒരു തൈരം പാക്ക് എടുത്തിട്ട് നന്നായിട്ട് കുലുക്കുകയാണ് കേട്ടോ. അപ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ അതിട്ട് ഇങ്ങനെ കുലുക്കുന്നത് എന്ന്. അപ്പോൾ തൈര് നന്നായിട്ട് ഉടഞ്ഞ് കിട്ടണം, അതിന് വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ വൈജയന്തി ചോദിക്കുകയാണ്, അതിനല്ലേ ഇവിടെ മിക്സി ഉള്ളത്, അതിലിട്ട് അങ്ങ് അടിച്ചാൽ പോരെ എന്ന് പറയുമ്പോൾ ഈ ചെറിയ കാര്യത്തിന് എന്തിനാണ് മിക്സി, അതിൻ്റെ ആവശ്യമില്ല, ഇതൊക്കെ എൻ്റെ സിഗ്നേച്ചർ സ്റ്റൈലാണെന്ന് വിചാരിച്ചോ എന്ന് പറയുമ്പോൾ ഇങ്ങനെ മര്യാദയ്ക്ക് ജോലി എടുക്കാൻ നോക്കുമെന്ന് പറയുമ്പോൾ അതേ അമ്മ ഞാൻ പറഞ്ഞേക്കാം, ഞാനിവിടെ മര്യാദയ്ക്ക് ജോലി ചെയ്യുകയാണ്, അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കയറി ഇങ്ങനെ ചൊറിയാൻ വരല്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബബിത വന്ന് നിൻ്റെ സംസാരത്തിലൊന്നും ഇപ്പോൾ ഒരു മര്യാദയില്ല എന്ന് പറയുമ്പോൾ ബബിത പറയുകയാണ്, ഞാൻ മര്യാദ കൊടുക്കുന്നവർക്ക് നന്നായിട്ട് മര്യാദ കൊടുക്കുന്നുണ്ട്, ഞാൻ അച്ഛനോട് ഇങ്ങനെയാണ് സംസാരിക്കുന്നത് അല്ലല്ലോ, പക്ഷേ അമ്മേനോട് സംസാരിക്കുമ്പോൾ അത് നേരെ തിരിഞ്ഞു പോവും, ഞാൻ അമ്മയായി പോവും എന്ന് പറയാണ് കേട്ടോ. എന്നിട്ട് അതുപോലെ തന്നെ വൈജയന്തി പറയുകയാണ്, ബബിത അത് പറയുന്ന സമയത്ത് അത് ശരിയാണ്, ഞാൻ എനിക്ക് ഇഷ്ടമില്ലാത്തവരോടും അതുപോലെ തന്നെ ബാക്കിയുള്ളവരോടും ഒക്കെ ഇങ്ങനെ അകൽച്ച കാണിക്കും, അവരോട് എനിക്ക് കുറച്ച് ഇഷ്ടക്കേടൊക്കെ തോന്നും, അപ്പം മറ്റുള്ളവർക്ക് തോന്നുന്നതാണ് എനിക്ക് അഹങ്കാരമാണ് എന്നൊക്കെ ഉള്ളത് എന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ അമ്മ അച്ഛനോട് ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇങ്ങനെ പെരുമാറുന്നത്, ഒരു റെസ്പെക്റ്റ് ഇല്ലാതെയൊക്കെയാണ് സംസാരിക്കുന്നത് എന്ന് പറയുമ്പോൾ നിന്നെ ഞാൻ സഹായിക്കാമെന്ന് വിളിച്ചു എന്ന് വിചാരിച്ചിട്ട് നീ ഇങ്ങനെ കൂടുതൽ അങ്ങ് കയറിപ്പോവല്ലേ എന്ന് പറയൂ കേട്ടോ. അപ്പോൾ ഞാൻ കണ്ട കാര്യമാണ് പറഞ്ഞതെന്ന് പറയും ബബിത. അപ്പോൾ എന്നിട്ട് ബബിത കുറച്ച് ദേഷ്യത്തിൽ അവിടെ പോയി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം ബബിതയോടാണെങ്കിൽ വൈജയന്തി ചെന്നിട്ട് പറയുകയാണ്, ഞാൻ നീ പറയുന്നതൊക്കെ അനുസരിക്കാം, അത് നിന്റെ ചിലവിൽ നിൽക്കുന്ന സമയത്ത്, അല്ലാതെ എന്നെ അതിന് കിട്ടത്തില്ല എന്ന് പറയുമ്പോൾ ഞാൻ എനിക്ക് തോന്നിയ കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ, അനുസരിക്കാൻ പറ്റുമെങ്കിൽ അനുസരിച്ചോ, ഇനിയിപ്പോൾ അത് ഇങ്ങനെ മനസ്സിലാവുമ്പോഴേക്കും ഇങ്ങനെ ഗിൽറ്റ് അടിച്ചിരിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. നീ മിണ്ടാതെ വന്ന് ജോലി എടുക്കാൻ പറ്റുമെങ്കിൽ ജോലി എടുക്കുക എന്ന് പറയും. എന്നിട്ട് പിന്നെ ബബിതയാണെങ്കിലും മിണ്ടാതെ നിൽക്കുകയാണ് കേട്ടോ. പിന്നെ ഒന്നും സംസാരിക്കുന്നൊന്നുമില്ല. അപ്പോഴേക്കും കൃഷ്ണമോൾ അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, ഞാൻ തുണിയെല്ലാം ഇങ്ങനെ വാഷ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട്, ഇനി എന്തെങ്കിലും ഇടാനുണ്ടോ, ഉണ്ടെങ്കിൽ അതും കൂടെ ഇടാന്ന് പറയുമ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ഡ്രസ്സൊന്നും ഇല്ലയെന്ന്. അപ്പം ഞങ്ങളുടെ ഒന്നും ഇല്ല എന്ന് പറയൂ കേട്ടോ. പിന്നീട് വൈജയന്തി പറയാണ്, എൻ്റെ ബെഡ്ഷീറ്റും കൂടെ ഇട്ടാൽ കൊള്ളായിരുന്നു എന്ന്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും ജോലി ഉണ്ടോ എന്ന് നോക്കി കൃഷ്ണമോള്. അപ്പോൾ പറയുന്നുണ്ട്, മുറ്റടിച്ച് വരണം, അത് നീയോ കൃഷ്ണയോ ആരാന്ന് വെച്ചാൽ ചെയ്തോ എന്ന് പറയും കേട്ടോ. ബബിതനെ കൂടി കൂട്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ബബിത പറയാണ്, ബബിത ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പോൾ കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട്, എന്താ ബബിത ചേച്ചിക്ക് സംസാരശേഷി നഷ്ടപ്പെട്ടോ എന്ന്. അപ്പോൾ നിനക്ക് എന്തെങ്കിലും വായ തുറന്ന് പറയാനുണ്ടെങ്കിൽ വായ തുറന്ന് പറയടി എന്ന് പറയും കേട്ടോ വൈജയന്തി. അപ്പോൾ ബബിത പറയുന്നുണ്ട്, അമ്മയല്ലേ മിണ്ടാതെ ഇരുന്ന് ജോലി ചെയ്യാൻ പറഞ്ഞത്, അപ്പോൾ ഞാൻ അതങ്ങ് അനുസരിച്ചേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ബബിതനോട് വൈജയന്തി പറയുന്നുണ്ടായിരുന്നു, അമ്മ പറഞ്ഞാൽ അതൊക്കെ അങ്ങ് അനുസരിക്കുന്ന മക്കള് എന്നിങ്ങനെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അലീനയോടുള്ള ദേഷ്യം കൊണ്ടാണല്ലോ വൈജയന്തി ഇവർ ഇങ്ങനെ എല്ലാം നല്ല രീതിയിൽ ജോലിയെല്ലാം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അത് പൊളിച്ചത്. അപ്പോൾ ഞങ്ങളുടെ യൂണിറ്റ് തകർക്കാനും നോക്കിയെന്ന് കൃഷ്ണമോൾ പറയുന്ന സമയത്ത് അമ്മേനോടില്ലാത്ത യൂണിറ്റി ഒന്നും ആർക്കും വേണ്ടാന്നാണ് കേട്ടോ പറയുന്നത്. അതിൻ്റെ ഇടയിൽ അലീന ചേച്ചി ഉണ്ടായിരുന്നപ്പോൾ എന്ത് നന്നായിട്ടാണ് ഞങ്ങളിവിടെ ഓരോ ജോലിയും ചെയ്തിരുന്നത്, ഓരോരുത്തർ ഓരോരോ ദിവസം അങ്ങനെ ആ ജോലി റൊട്ടേറ്റ് ചെയ്താണ് ചെയ്തുകൊണ്ടിരുന്നത്, നല്ല രസമായിരുന്നു എന്ന് പറയുമ്പോൾ അതും അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ വൈജയന്തിക്ക്. വൈജയന്തി പറയുന്നുണ്ട്, ഈ കുടുംബം നശിപ്പിച്ചിട്ട് പോയവളാണ് അവള്, എന്നിട്ട് അവളാണ് നിങ്ങൾക്കൊക്കെ വലുത്, ഇങ്ങനത്തെ ഒരു 4 എന്ന് പറയൂ കേട്ടോ. അപ്പോൾ കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട്, 4 ഞങ്ങൾ 3 മക്കളെ അല്ലേ ഉള്ളൂ ഇവിടെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ അച്ഛനെയും കൂടെ കൂട്ടിയാണ് പറഞ്ഞത് എന്ന് പെട്ടെന്ന് വൈജയന്തി അങ്ങ് പറയൂ കേട്ടോ. പിന്നീട് ഇവരുടെ സംസാരം കേട്ടുകൊണ്ടാണ് അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ രോഹിത്. അപ്പം അതിന് മുന്നേ രോഹിത്
മുറ്റടിച്ചോളൂ എന്ന് പറഞ്ഞല്ലോ, ഇനിയിപ്പോൾ അവനെ ഇങ്ങനെ ചൂലും പിടിപ്പിച്ച് ഇങ്ങനെ മുറ്റത്ത് നിർത്തണോ, അവനൊരാണല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നേ വൈജയന്തി. അപ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ട്, എന്തിനാണ് പെണ്ണെന്നുള്ള വ്യത്യാസം, രോഹിട്ട് നന്നായിട്ട് മുറ്റടിക്കല്ലോ, അമ്മ അങ്ങനെ രോഹിട്ട് മുറ്റടിക്കുന്നത് കാണാത്തതുകൊണ്ടാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും രോഹിത് വന്നിട്ട് ചോദിക്കും, ഇവരുടെ തർക്കം കേട്ടുകൊണ്ടാണല്ലോ വരുന്നത്, അപ്പം ഞാൻ ഇടപെടണമെന്ന് നോക്കിയേ. അപ്പോൾ മുറ്റടിക്കുന്ന കാര്യം പറയുമ്പോൾ രോഹിത് റെഡിയാണ് കേട്ടോ. അപ്പോൾ വൈജയന്തിക്ക് അങ്ങ് ഇഷ്ടമാവുന്നില്ല. വൈജയന്തി പറയാണ്, നാണല്ലാത്തവൻ്റെ മൂട്ടിൽ ആല് മുളച്ചാൽ അതും തണലാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. രോഹിത്തിന് പക്ഷേ ഒരു പ്രശ്നവുമില്ല കേട്ടോ. പിന്നീട് മുറ്റടിച്ചോളാൻ തന്നെയാണ് പറയുന്നത്. അത് കഴിഞ്ഞ് ബബിതയുടെ ഫോൺ കൊണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അലീന ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു, നിന്നോട് തിരിച്ച് വിളിക്കാൻ പറഞ്ഞു എന്ന് പറയേ. അപ്പോൾ അവിടേക്കും വൈജയന്തി ആ ഫോൺ അങ്ങ് തട്ടിപ്പറിക്കും കേട്ടോ. കൊടുക്കുന്നില്ല. ബബിത കുറേ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിന്റെ ജോലിയെല്ലാം ചെയ്ത് തീർത്തിട്ട് നീ ഫോൺ വിളിച്ചാൽ മതി എന്ന് പറയേ. അപ്പോൾ ഞാൻ എൻ്റെ ജോലിയെല്ലാം ഇങ്ങനെ ചെയ്ത് തീർത്തതാണല്ലോ അമ്മ, ഫോണിങ്ങനെ എന്നൊന്നും പറയുമ്പോൾ കൊടുക്കുന്നില്ല. അപ്പോൾ വൈജയന്തിയുടെ ഫോൺ അവിടെ ഉണ്ടായിരുന്നേ, അതെടുത്തുകൊണ്ട് അങ്ങ് പോകും കേട്ടോ. ബബിതയാണെങ്കിലും എനിക്കിതായാലും മതി എന്ന് പറഞ്ഞ് അപ്പോൾ അത് ദേഷ്യത്തിൽ വൈജയന്തി അങ്ങ് നിൽക്കുന്നുണ്ട്. പിന്നീട് രോഹിത് ചൂലെടുത്ത് മുറ്റടിക്കാൻ പോകും. കൃഷ്ണമോളാണെങ്കിലും വൈജയന്തിനോട് പറയുന്നുണ്ട്, ഈ വീട്ടിൽ ചെറുത് ഞാനാണെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ എൻ്റെ വായിൽ വലിയ വർത്തമാനം പറയാറുണ്ട്, പക്ഷേ അമ്മ എന്നേക്കാളും ചെറുതാവരുത് കേട്ടോ എന്ന് പറഞ്ഞിട്ട് കളിയാക്കിക്കൊണ്ട് അവിടെ നിന്ന് പോകും കേട്ടോ. പിന്നീട് ബബിത റൂമിൽ ചെന്ന് അലീനേനെ വിളിക്കുന്നുണ്ട്. വൈജയന്തിയുടെ നമ്പർ നിന്നാണല്ലോ വിളിക്കുന്നത്. അപ്പോൾ അലീന ഒന്ന് ഇങ്ങനെ പേടിച്ചാണ് കേട്ടോ ഫോൺ എടുക്കുന്നത്. അപ്പം ബബിതയാണെങ്കിലും അലീനയുടെ അടുത്ത് ചെറിയൊരു വെളച്ചിലൊക്കെ കാണിക്കുന്നുണ്ട്. വൈജയന്തി സംസാരിക്കുന്ന പോലെ കുറേ പ്രാഗിക്കൊണ്ടൊക്കെ ആദ്യം സംസാരിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ കുടുംബം നശിപ്പിച്ചിട്ട് പോയവളെ എന്നൊക്കെ പറഞ്ഞ്. അപ്പം നീ എൻ്റെ അടുത്ത് വെളച്ചിലടിക്കുകയാണോ, മാഡത്തിൻ്റെ ഫോൺ എടുത്ത് വെച്ചുകൊണ്ട് നിന്നെ ഞാൻ അവിടെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ചെവിക്ക് ഇങ്ങനെ വട്ടം പിടിച്ച് കറക്കിയേനെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അലീന. അപ്പോൾ ഇങ്ങനെ അമ്മയാണെന്ന് വിചാരിച്ചല്ലേ ചേച്ചി ഫോൺ എടുത്തത്, ചീത്ത കേൾക്കാൻ റെഡി ആയിട്ടല്ലേ നിന്നത് നോക്കുമ്പോൾ അതൊക്കെ ശരി തന്നെയാണ് എന്ന് അലീന പറയുന്നുണ്ടായിരുന്നേ. പിന്നീട് വിശേഷമൊക്കെ ചോദിക്കുമ്പോൾ ബബിതയാണെങ്കിലും ബബിതയുടെ ഇങ്ങനെ സങ്കടങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നെ ഒരാൾ ചീറ്റ് ചെയ്യാമെന്നോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആരാടി മോളെ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അലീന. അപ്പോൾ അന്ന് ഇവിടെ വന്നിട്ടില്ലായിരുന്നോ, കുറേ മുടിയൊക്കെ ഇല്ലേ. അപ്പോൾ അലീനയ്ക്ക് കാര്യം മനസ്സിലാവും. അപ്പോൾ അവന് എന്നെ ചീറ്റ് ചെയ്യാമെന്നുള്ളൊരിതുണ്ട്. ഞാൻ അവനെ അത്രയ്ക്കാണ് സ്നേഹിച്ചിരുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം അവൻ്റെ കൂടെ വേറൊരു പെൺകുട്ടീനെ കണ്ടു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ചിലപ്പോൾ അവൻ്റെ റിലേറ്റീവ്സോ ആരെങ്കിലുമൊക്കെ ആയിരിക്കും, നമുക്കറിയത്തില്ലല്ലോ. നിനക്ക് അവനോട് ചോദിക്കാൻ മേലായിരുന്നോ എന്നിങ്ങനെ അലീന ചോദിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ വിളിച്ചിട്ട് അവൻ ഫോൺ എടുക്കുന്നില്ല എന്ന് പറയൂ കേട്ടോ. അപ്പോൾ എന്തായാലും നീ സമാധാനമായിട്ട് ഇരിക്കുക, നമുക്കതെല്ലാം കണ്ടുപിടിക്കാം, വിഷമിക്കൊന്നും ചെയ്യരുത് കേട്ടോ എന്നൊക്കെ ഇങ്ങനെ അലീന പറയുന്നുണ്ട് കേട്ടോ. ബബിതയോട് അങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട്, വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ എനിക്ക് എങ്ങനെയായാലും ഞാൻ അങ്ങനെയൊക്കെ ഇങ്ങനെ ശ്രമിച്ച് നോക്കി, പക്ഷേ എനിക്ക് പറ്റുന്നില്ല എന്നൊക്കെ ബബിത പറയുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇവിടുന്ന് വൈജയന്തി വിളിക്കുന്നുണ്ടായിരുന്നു ബബിതയെന്ന് പറഞ്ഞ്. അപ്പോൾ അലീനയോട് പറയും, അമ്മ വിളിക്കുന്നുണ്ട് കേട്ടോ ചേച്ചി, ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യും കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് അലീന ബാലചന്ദ്രനോട് ഫോണിൽ സംസാരിക്കുകയാണ് കേട്ടോ. അച്ഛൻ എന്തിനാ വീണ്ടും മദ്യപിക്കാൻ പോയത്, ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുള്ളതല്ലേ മദ്യപിക്കരുത് എന്ന്. അവിടെ ഒരു ഈച്ച അനങ്ങിയാൽ പോലും ഞാനത് അറിയും. അച്ഛൻ കഴിഞ്ഞ ദിവസം മദ്യപിച്ചു എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അച്ഛൻ എന്തിനാ ഇങ്ങനെ കുടിക്കാൻ നിൽക്കുന്നത്, ഇവിടെ ഒരാളാണെങ്കിൽ കുടിക്കാൻ വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് എന്നൊക്കെ പറയുകയാണ് കേട്ടോ. എനിക്ക് അച്ഛനെ വിട്ട് ഇങ്ങോട്ട് പോരണ്ടായിരുന്നു, എനിക്കിതൊരു വീടാണെന്ന് പോലും തോന്നുന്നില്ല. ഇവിടെ പപ്പയാണെങ്കിൽ ഒരു കോണിൽ, അതുപോലെ തന്നെ ഞാനാണെങ്കിൽ ഒരു കോണിൽ, പിന്നെ പെരിച്ചായികളെ പോലെ കുറച്ച് ജോലിക്കാർ ഇവിടെ അവിടെ എവിടെയൊക്കെ കയറി ഇറങ്ങി നടക്കുന്നു. എനിക്ക് എന്തോ അറിയില്ല, ഇവിടെ ഇങ്ങനെ ഒരു വീടായിട്ട് തോന്നുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഭയങ്കര സങ്കടം പറയാനിട്ട്. അച്ഛനും കൂടെ ഇങ്ങനെ കുടിക്കരുത്. അപ്പോഴേക്കും സ്റ്റാൻലി അവിടെ വന്ന് നിന്നിട്ട് ഇതെല്ലാം ഇവരുടെ സംസാരം എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് പറയുകയാണ് അലീന, ഞാനിവിടെ എത്ര നാൾ കാണുന്നൊന്നും എനിക്കറിയില്ല, എന്തായാലും അങ്ങനെ എന്നെ ഇങ്ങനെ എനിക്ക് ശിക്ഷ വിധിക്കാനുള്ള അങ്ങനെ ന്യായാധിപന്മാരൊക്കെ ഇങ്ങനെ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്നാണ് ഇവിടുന്ന് പുറത്ത് പോവേണ്ടി വരുന്നൊന്നും അറിയത്തില്ല. അച്ഛന് കൃത്യമായിട്ട് മരുന്നെല്ലാം കഴിക്കുകയാണ്. ഞാൻ കൃഷ്ണമോളോട് ഏൽപ്പിച്ചിട്ടാണ് പോന്നിട്ടുണ്ടായിരുന്നത്. അച്ഛൻ ഞാൻ അവിടെ ഉള്ളപ്പോൾ എല്ലാം കൃത്യമായിട്ട് ചെയ്തിരുന്നതാണല്ലോ. അതുപോലെ തന്നെ അച്ഛൻ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ദേഷ്യപ്പെടുക ഒന്നും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. സങ്കടം പറയുന്നുണ്ട്, ഇവിടെ വീടായിട്ട് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ സ്റ്റാൻലി ആണെങ്കിൽ ഒന്ന് ചുമക്കും കേട്ടോ. അപ്പോൾ അലീന കാണുകയാണ് പപ്പ അവിടെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ബാലേന്ദ്രനോട് പറയുന്നുണ്ട്, പപ്പ വന്നിട്ടുണ്ട്, പപ്പയ്ക്ക് എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ അച്ഛനെ പിന്നെ വിളിക്കാം കേട്ടോ എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യേ. എന്നിട്ട് സ്റ്റാൻലി അലീനയുടെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, മേനോനായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മേനോനെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അലീനേനെയും അതുപോലെ ബാലേന്ദ്രനെയും ഭയങ്കര ഇഷ്ടമായിരുന്നല്ലോ, ആ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, അതെ അച്ഛൻ എന്നോട് വലിയ സ്നേഹമായിരുന്നു, എനിക്കും തിരിച്ചങ്ങോട്ട് അങ്ങനെ തന്നെയായിരുന്നു. ആദ്യം ഞാൻ അച്ഛ എന്ന് വിളിച്ചത് അച്ഛനെയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ അച്ഛന്ന് വിളിക്കാൻ സമ്മതിപ്പിച്ചപ്പോൾ എനിക്കിങ്ങനെ സമ്മതിച്ചപ്പോൾ തന്നെ ഒരുപാട് സന്തോഷമായിരുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ എങ്ങനെ അയാൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുന്നു, അയാളെ വഞ്ചിച്ച സ്ത്രീയുടെ മകളല്ലേ എന്നൊക്കെ പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, അതെനിക്കിപ്പോഴും അറിയത്തില്ല, എനിക്കും അതൊരു അത്ഭുതമായിരുന്നു എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അച്ഛൻ അതുപോലെയാണ് എന്നെ സ്നേഹിച്ചിരുന്നത്, ഞാൻ തിരിച്ചങ്ങോട്ടും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ സ്റ്റാൻലി അലീനയോട് ചോദിക്കുന്നുണ്ട്, ഞാൻ മേനോൻ്റെ അത്രയ്ക്ക് പോരാ അല്ലേ, ഞാൻ ഇങ്ങനെയായി പോയി, എന്തായാലും ഞാൻ മാറാൻ ശ്രമിക്കാമെന്നൊക്കെ അലീനയോട് പറയുന്നുണ്ട്
പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് അലീനയ്ക്കും അതുപോലെ തന്നെ ബാലേന്ദ്രനും ഭയങ്കര സ്നേഹമാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ബാലേന്ദ്രൻ്റെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. മേനോന് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അല്ലേ, അതെനിക്കിങ്ങനെ പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ്. അതുപോലെ നിന്നെ അയാൾ എന്നെ ഏൽപ്പിച്ചപ്പോഴും എനിക്കത് മനസ്സിലായതാണ്, ഒരാളും ചെയ്യാത്ത കാര്യമാണല്ലോ അയാൾ ചെയ്തത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും സംസാരിച്ച് കഴിഞ്ഞാൽ അലീനയോട് ചോദിക്കും, നീ എന്താ ഭക്ഷണം കഴിക്കാത്തതെന്ന്. അപ്പോൾ ഫാസ്റ്റിംഗ് ആണെന്ന് പറയുമ്പോൾ ഫാസ്റ്റിംഗ് ഒക്കെ നല്ലതാണെന്ന് ചിലർ പറയും, പക്ഷേ നീ ഇങ്ങനെ ആകെ വാടി തളർന്നിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് സ്റ്റാൻലി അവിടെ നിന്ന് പോകട്ടോ. അപ്പോഴേക്കും അലീന അവിടെ തൂണിലും ചാരി അവിടെ അങ്ങ് നിലത്തിരിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റാൻലിക്കാണെങ്കിലും ഭയങ്കര വിഷമമുണ്ട് കേട്ടോ അലീനേനെ കണ്ടിട്ട്. അപ്പോൾ ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചത്. പിന്നീട് പ്രൊമോ കാണിക്കുന്നുണ്ട്, അലീന റൂമിൽ കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ സ്റ്റാൻലി അവിടെ വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ പറയാമെന്ന് തോന്നുന്നുണ്ട്, നീ ഒരു തവണയെങ്കിലും തോറ്റതാന്ന് പറയുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഇത്തവണ ഞാൻ തോറ്റുതരാം, ഞാനിങ്ങനെ എല്ലായിടത്തും തോറ്റിട്ട് വന്നിട്ടുള്ളവളാണ്, അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ തോൽക്കാൻ പറയരുത് എന്ന് പറയുന്നുണ്ട്. പിന്നെ രണ്ടുപേരും കൂടെ ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പോൾ പൗലോസിനോട് പറയുന്നുണ്ടായിരുന്നു, ഒന്നുകിൽ നീ അലീന പറഞ്ഞത് കേട്ട് ഇവിടെ ജോലി ചെയ്യുക, അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോവാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് സ്റ്റാൻലി ആണെങ്കിലും അലീനയ്ക്ക് വായിൽ ഫുഡൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അലീനയ്ക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അത് കഴിഞ്ഞ് അലീനയും മനുവും കൂടെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അലീന മനുവിനോട് പറയുന്നുണ്ടായിരുന്നു, എനിക്ക് കിട്ടാനുള്ളതാണെങ്കിൽ അതെനിക്ക് കിട്ടുന്ന നല്ല ബോധ്യമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് മനുവിനോട് ചോദിക്കുന്നുണ്ട്, എന്താ ഇപ്പോൾ പണ്ടത്തെ പോലെ എന്നെ വിളിക്കാത്തത്, സ്നേഹം കുറഞ്ഞു പോയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് പ്രമോല് കാണിച്ചത്.